പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ ചേരിപ്പോര് രൂക്ഷമാകുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് എന്താകുമെന്നതാണ് ഇനി അറിയേണ്ടത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയില്ലെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജയവും പരാജയവും തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. പാലക്കാട്ട് നല്ല മത്സരം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞെന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി. We are winning next time. We have fought very good. People have given good response. Elections, losing and winning always happens. Okay, is there any problem of winnability of candidates? No problem. Election, somebody has to win and somebody has to lose. We have given very good fight and people have given very good response. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, കേരള പ്രഭാരി നമ്മളോട് ടെലിഫോണിൽ പ്രതികരിച്ചതിന് ശേഷം തുടർന്ന് എക്സിലാണ് പ്രതികരണം നടത്തിയത്. ആ എക്സിലെ പ്രതികരണത്തിൽ ആരും രാജിവെക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊരു സാഹചര്യമില്ല എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളനവും നമ്മൾ കാണുകയാണ്. അതായത് കെ സുരേന്ദ്രൻ രാജിക്കില്ല, കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ രാജിവെക്കാനും തയ്യാറാണ്. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിക്കൊണ്ടാണ് നാളെ കൊച്ചിയിൽ നേതൃയോഗം ചേരാൻ പോകുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജയ്, തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ ഒരു ചരിത്രവും ബി.ജെ.പിയുടെ കീഴ്വഴക്കങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പേരിൽ ഒരു നേതാവിനെയും ബി.ജെ.പി. മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അച്ചടക്ക നടപടിയുടെ പേരിൽ മാറ്റിയിട്ടുണ്ടാവാം, പക്ഷേ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, അതുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ മാറി നിൽക്കണമെന്ന് അങ്ങനെ പറയാറില്ല. അത് സ്വാഭാവികമായിട്ടും ഒന്നുകിൽ ടേം പൂർത്തിയായ ശേഷം മാറുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പോസ്റ്റുകൾ കൊടുത്തു മാറുന്നു എന്നുള്ളതാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ള കീഴ്വഴക്കങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രതികരണവും അതുതന്നെയാണ്. ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ ഇത് സംസ്ഥാന അധ്യക്ഷൻ മാറണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. ഇന്നത്തെ വാർത്താ സമ്മേളനം വളരെ അപാരമായ ആത്മവിശ്വാസത്തോടു കൂടി നല്ല കോൺഫിഡൻസിലാണ് കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ വാർത്തകൾക്കുമുള്ള മറുപടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഉയർന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അപാകതയുണ്ട് എന്ന കാര്യമാണ്. അതിനെ അദ്ദേഹം പ്രതിരോധിച്ചത് സി കൃഷ്ണകുമാറിന് പാലക്കാട്ട് സ്ഥാനാർത്ഥിയാവാൻ താല്പര്യമുണ്ടായിരുന്നില്ല, പാർട്ടി നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. സി കൃഷ്ണകുമാർ അല്ലാതെ മറ്റ് 2 പേരുകൾ കൂടി പട്ടികയിൽ ഉണ്ടായിരുന്നു, പാനലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ 2 പേരുകാർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ കോർ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായിട്ടുള്ള കുമ്മനം രാജശേഖരനാണ് പാലക്കാട്ട് നേതാക്കന്മാരുടെ അഭിപ്രായ സർവേ എടുത്ത് പാനൽ തയ്യാറാക്കിയത്. ആ പാനലാണ് കോർ കമ്മിറ്റി അംഗീകരിച്ച് ദേശീയ നേതൃത്വത്തിന് അയച്ചത്. ദേശീയ നേതൃത്വമാണ് അന്തിമ പട്ടിക തയ്യാറാക്കി കീഴ്ഘടകത്തിന് നൽകിയത്. എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നദ്ദയും ഒക്കെ അടങ്ങുന്ന സമിതിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നേതാവിനോ അല്ല എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ മറുപടി. മറ്റൊന്ന്, സുരേന്ദ്രൻ അവിടെ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൻ്റെ പേരിൽ തന്നെ മാറ്റുകയാണെങ്കിൽ അതിന് തയ്യാറാണ് എന്നുള്ളൊരു മറുപടി കൂടി നൽകുന്നു. പക്ഷേ ഇന്ന് പാലക്കാട്ട് എൻ ശിവരാജനും അതുപോലെ പ്രമീള ശശിധരനും ഒക്കെ നടത്തിയ വിമർശനങ്ങൾക്ക് ഒരു മറുപടിയും കെ സുരേന്ദ്രൻ നൽകിയിട്ടില്ല. വി മുരളീധരൻ പക്ഷേ അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. വി മുരളീധരൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസ്ഥാന അധ്യക്ഷൻ പറയട്ടെ എന്നുള്ളതാണ്. അതിന് കൃത്യമായ മറുപടി അദ്ദേഹം പറയുന്നു. ഇതിനു മുൻപും ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ പിറവത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കേവലം 2000 വോട്ടാണ് കിട്ടിയത്. അന്ന് വി മുരളീധരൻ രാജിവെക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് പാർട്ടിയിലെ തൻ്റെ രാജി ആവശ്യപ്പെടുന്നവർക്കുള്ള മറുപടി മാത്രമല്ല, വി മുരളീധരനുള്ള മറുപടി കൂടിയാണ്. ഏതായാലും വിമർശനങ്ങൾ വലിയ തോതിൽ ഉയരുന്നു. പാലക്കാട് പാർട്ടി ഘടകത്തിനുള്ളിൽ ശിവരാജനും മുനിസിപ്പൽ ചെയർപേഴ്സണുമായിട്ടുള്ള പ്രമീള ശശിധരനുമൊക്കെ വലിയ വിമർശനം പരസ്യമായിട്ട് തന്നെ ഉന്നയിക്കുന്നു. അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് മാത്രമാണ് കെ സുരേന്ദ്രൻ മറുപടി പറഞ്ഞത്. പക്ഷേ ഇത്ര വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് പാർട്ടിയുടെ കീഴ്വഴക്കങ്ങൾ വെച്ച് നമുക്ക് പറയാൻ സാധിക്കുക. ഏതായാലും എല്ലാ വിമർശനങ്ങൾക്കും ഇന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ രാജിയുടെ കാര്യത്തിൽ അത് കേന്ദ്ര നേതൃത്വം പറയും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. ശരി, താങ്ക് യു വി എസ് രഞ്ജിത്ത് ഫോർ ദ അപ്ഡേറ്റ്.